എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് റെസിപ്റ്റ് ലഭ്യമാവുക. വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് തൃപ്തരാണ്, അതായത് ആ ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് അതിൽ ബാക്കിയുള്ള ഓപ്ഷനുകളാണ്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 100 ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ 10ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതെങ്കിൽ അതിൽ 9 മുതൽ 1 വരെയുള്ള, അതായത് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 3ാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻറ്റ് ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ്. നിലവിൽ ലഭിച്ച ആ ഒരു കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പുതുതായിട്ട് കുറച്ച് കോളേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ടുള്ള 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐഡിയോ ചലാൻ നമ്പറോ അറിയില്ലെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ നിങ്ങളുടെ മൊബൈൽ നമ്പറും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ നിങ്ങളുടെ ഇമെയിൽ ID നൽകിയിട്ടുണ്ടാകും. അതുകൂടി നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും ലഭ്യമാവുന്നതാണ്. ഇവിടെ ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ID ഓർ DOB ഓർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് തന്നെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ നിലവിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിലാണോ, അതായത് SM കാറ്റഗറി സീറ്റിലാണോ അല്ലെങ്കിൽ കാറ്റഗറി അതായത് കമ്മ്യൂണിറ്റി കാറ്റഗറിയിലാണോ, അതായത് നിങ്ങളുടെ കാറ്റഗറി റിസർവേഷൻ ഏതാണോ ആ ഒരു റാങ്കിൽ ആ ഒരു സീറ്റിലേക്കാണോ കിട്ടിയുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. ആ ഒരു സീറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടേത് മാത്രമാണ് ഇവിടെ ആ ഒരു കമ്മ്യൂണിറ്റി റാങ്ക് കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് കിട്ടിയുള്ളതും അതുപോലെ അലോട്ട്മെൻറ്റ് നമ്പർ എത്രാമത്തെ അലോട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് 1ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് നമ്പർ 2 ആണെങ്കിൽ 2ാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള കോഴ്സ് ഏതാണ് കോളേജ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിക്ക് 1ാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയുള്ളത്. എന്നാൽ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു 2ാം അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസിൻ്റെയും താഴെയായിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ലിസ്റ്റ്, അതായത് ഈ ഒരു ഇവിടെ റോൾ നമ്പർ ആയിട്ട് സീരിയൽ നമ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥിയുടേത് 8 ആണ്. ഈ ഒരു അതായത് ഇതിന് മുകളിലായിട്ട് ഏകദേശം 2 മുതൽ 7 വരെയുള്ള ആ ഒരു കിട്ടിയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 2ാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണോ ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ക്രമം അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു എത്രാമതായിട്ടാണ് നിങ്ങളുടെ പേര് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് കാര്യമാക്കേണ്ട, അതായത് യാതൊരുവിധ പ്രശ്നവുമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക,
പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇതുവരെ, അതായത് ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ അലോട്ട്മെന്റിൽ ഇതുവരെ കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നോ അലോട്ട്മെന്റ് എന്നാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ചെയ്യാം. അതുപോലെ പുതുതായിട്ട് ഏകദേശം ഒരു കോളേജിൽ 3 കോഴ്സുകൾ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനുകൾ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ട്രോഫിയുടെ ഒരു സിമ്പിൾ കാണാം. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് 1-ലാണോ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 2-ൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്നും അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് പുതുതായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ ഏത് ഓപ്ഷനിലാണ്, ഏത് കോളേജിലാണ്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഓൾറെഡി മുൻപ് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് വീണ്ടും മറ്റൊരു കോളേജിലോ കോഴ്സിലേക്കോ മാറ്റം കിട്ടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജ് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഓൾറെഡി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ്, അതായത് ഇതുവരെ ഫസ്റ്റിൽ കിട്ടിയിട്ടില്ല, സെക്കൻഡിൽ മാത്രമാണ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്, കാരണം ഇവിടെ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്റ്റ് എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. റെസിപ്റ്റിന് പകരം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മെത്തേഡ് വരും. അവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ചലാൻ്റെ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പ്രിൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചലാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് അതിൽ എത്ര രൂപയാണ് നിങ്ങളോട് അടക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 7240 രൂപയാണ്, DPharm ആണെങ്കിൽ ഏകദേശം 6100 രൂപ, DHI ആണെങ്കിൽ 5200 സംതിങ് രൂപയാണ് വരിക. സെൽഫ് ഫിനാൻസിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 10,000 രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ചില കോഴ്സുകൾക്ക് ഫീസ് കുറവുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ കിട്ടിയത് അതുപോലെ നിങ്ങളുടെ ആ റെസിപ്റ്റിൽ എത്ര രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ബാങ്ക് വഴി അടക്കാം, അതല്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവും പേയ്മെൻറ്റ് മെത്തേഡിൽ. അതിൽ UPI, നെറ്റ് ബാങ്കിങ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊന്നുകിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ID വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു UPI ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് UPI ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള അതായത് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ UPI ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇതുപോലെ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡിൽ ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഇവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ അവിടെ റീ അറേഞ്ച് ഓപ്ഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ടുള്ള, അതായത് പുതുതായിട്ട് ഈ ഒരു മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് ആ ഒരു കോളേജിൽ ഈ ഒരു റെസ്പിറേറ്ററി ടെക്നോളജി, അതുപോലെ തന്നെ ഈ ഒരു റേഡിയോ തെറാപ്പി, അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റെറൈൽ സപ്ലൈ ആ ഒരു കോഴ്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 കോഴ്സുകളാണ് ഈ ഒരു കോളേജിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നൽകാം. അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആ ഒരു സംശയങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെ ആണ് ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് മതി, മറ്റ് കോഴ്സുകളൊന്നും ഇനി വേണ്ട എന്നാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് ഇതുവരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേജിൽ വന്നിട്ട് ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് 5ാമത്തെ ആ ഒരു ഓപ്ഷനിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായിട്ട് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോളേജ് കോഴ്സുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ലഭിച്ച ഹയർ ഓപ്ഷൻസ്, അതായത് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ 10ാമത്തെ ഓപ്ഷനായിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഒരു 5ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഒരു തവണ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് മതി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ സാധിക്കുന്നതല്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കിട്ടിയ കോളേജിൽ നിങ്ങൾ പോയിട്ട്, അതായത് അഡ്മിഷൻ എടുക്കേണ്ട, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് ലിസ്റ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായി റിമൂവ് ചെയ്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് നോ ഓപ്ഷൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് മാത്രം റിമൂവ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷന് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അതായത് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ആദ്യം കിട്ടിയുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രം, അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് വേണ്ടവർ മാത്രം ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം LBS വെബ്സൈറ്റുമായി ലോഗിൻ ചെയ്തുകൊണ്ട് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്താൽ മതി. അത് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റും ഡിസംബർ അതായത് 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ